ക്ഷേത്രത്തിൽ അദ്ദേഹത്തോടൊപ്പം ദർശനം നടത്തിയ ശ്രീ സുരേന്ദ്രനാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ദർശനത്തിന്റെ വിശേഷങ്ങൾ? അദ്ദേഹം രാവിലെ 7:30 മണിയോടുകൂടി ശ്രീവത്സത്തിലെത്തി. അവിടെ നിന്ന് ഇവിടെ ചെറിയ വണ്ടികളുണ്ട്, ആ വണ്ടിയിലാണ് അവിടേക്ക് വന്നത്. അവിടെ വന്നു പൂർണ്ണകുംഭം കൊടുത്ത് മല്ലിശ്ശേരി തിരുമേനി അതുപോലെ തന്ത്രി കൂടി സ്വീകരിച്ചു. അതിനുശേഷം ക്ഷേത്രത്തിനുള്ളിൽ പോയി തൊഴുതു. വലം വെച്ചതിന് ശേഷം തിരികെ വന്ന് ഇവിടെ ദേവസ്വത്തിൻ്റെ ഉപഹാരം ദാരുശില്പം ഞാൻ ആണ് കൊടുത്തത്. മനോജ് ബി നായർ പിന്നെ മ്യൂറൽ പെയിന്റ് കൊടുത്തു. അദ്ദേഹം വഴിപാടെന്തെങ്കിലും കഴിക്കുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് വെളിയിലിറങ്ങിയിട്ട് ഗുണ്ടികയിൽ ഈ ഗുണ്ടി നടത്തി. എത്ര രൂപയാണെന്നറിയില്ല. അല്ല, തുലാഭാരം നടത്തുമെന്ന് തുലാഭാരവും നടത്തിയിട്ടില്ല. ഇത്തവണ 2 തവണ മുമ്പ് നടത്തിയതുകൊണ്ടാണ്. പക്ഷേ ഇന്നത്തെ തിരക്കുകൊണ്ടാന്ന് തോന്നുന്നത് നടത്തിയില്ല. നമ്മൾ ദേവസ്വത്തിന്റെ ഭാഗമായിട്ടുള്ള നിവേദനങ്ങൾ 3 നിവേദനങ്ങൾ ഞങ്ങൾ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ഒന്ന്, വേങ്ങാട് ഗോശാല, അതിന് 143 കോടി രൂപ. അതുപോലെ തന്നെ നമ്മുടെ അന്നദാനപ്പുര അന്നലക്ഷ്മി ഹാള് പുതിയ ബിൽഡിംഗ് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് തരാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ റെയിൽവേയുടെ വികസനത്തിന് വേണ്ടി ഒരു നിവേദനം. അങ്ങനെ 3 നിവേദനമാണ് കൊടുത്തത്. പ്രതികരണം എങ്ങനെയായിരുന്നു? ഇല്ല, അത് അവിടെ കൊടുക്കുന്നതേ ഉള്ളൂ. പ്രോട്ടോകോൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ സംസാരിച്ചോ എന്തെങ്കിലും? അല്ല, ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ച് ഞങ്ങൾ മെമ്പേഴ്സാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം കേട്ടു, ചിരിച്ചു, പോയി. വേറൊന്നും പറഞ്ഞില്ല. അതിനുശേഷം വിവാഹ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തു. വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു. അവിടെ നിന്ന ബാക്കിയുള്ള ഏതാണ്ട് 10ഓളം മറ്റ് വിവാഹ ദമ്പതികളുണ്ടായിരുന്നു. അവരെല്ലാം അനുഗ്രഹിച്ചതിന് ശേഷം